ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിറൽ വ്ളോഗ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു അടിപൊളി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂറായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ 3 ദിവസത്തെ പ്ലാനായിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് ദിവസം നമ്മൾ സ്റ്റേ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ശനിയാഴ്ച, പിന്നെ ഞായറാഴ്ച, പിന്നെ അതിനുശേഷം ഞങ്ങൾ തിങ്കളാഴ്ച തിരിച്ചു വരും. അപ്പോൾ നമ്മൾ ആദ്യം പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് വൂളങ്കോങ് എന്നുള്ള സ്ഥലമാണ്. നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം നമ്മൾ പോകാൻ പോകുന്നത് ഒരു ടെമ്പിളിലോട്ടാണ്. സോ നമ്മൾ പോകുന്ന വഴിക്ക് കുറേ അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. നല്ല പാർക്കുകളും അടിപൊളി ഇതൊക്കെ നമ്മുടെ സീനറികളാണ് പോകുന്ന വഴിക്കുണ്ടായിരുന്നത്. സോ അങ്ങോട്ട് ടെമ്പിളിലോട്ട് പോകാൻ ഏകദേശം ഒരു മണിക്കൂറും കണ്ട് എടുക്കും തോന്നുന്നു. ഒരു 3/4 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുത്തു ഞങ്ങളുടെ സ്ഥലത്തിന്. ഇത് ഞങ്ങൾ ഹൈവേയിലോട്ട് നമ്മൾ ഫൈനലി നമ്മുടെ ടെമ്പിളിൽ എത്തി. അപ്പോൾ നമ്മുടെ ടെമ്പിളിൽ ഉള്ള നമ്മളിപ്പോൾ നടന്നുകൊണ്ട് വേണം. നമ്മുടെ സൈഡിൽ നമ്മൾ പാർക്ക് ചെയ്തിട്ടാണ് നടക്കുന്നത്. സോ കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഇത് ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും ടെമ്പിളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ടെമ്പിളിൽ ടെമ്പിൾ സൈഡിലൊരു ക്യാൻറ്റീനുണ്ട്. സോ ഇതാണ് നമ്മുടെ ടെമ്പിൾ. സോ ശ്രീ വെങ്കടേശ്വര ടെമ്പിൾ ഹെലൻസ്ബർഗ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ശ്രീ വെങ്കടേശ്വര എന്നാണ് ടെമ്പിളിൻ്റെ പേര്. സോ കുറേ പേര് വന്നിട്ടുണ്ട് ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ്, നല്ല സീനറിയും. പിന്നെ കുറേ പേര് ഭക്തരായിട്ടുള്ളവർ പ്രാർത്ഥിക്കാനും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. വലിയ രൂപങ്ങളും പ്രതിമകളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ട് നമ്മളെല്ലാവരും മസാല ദോശയൊക്കെ മേടിച്ച് ഇവിടെ നമ്മുടെ ടേബിളിൽ ഇരിക്കുവാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി മസാല ദോശയും പിന്നെ മറ്റേ പൂരിയൊക്കെ മേടിച്ചു. പിന്നെ ഇത് തേങ്ങ ഉടയ്ക്കുന്ന സ്ഥലം ഞാനിത് സിനിമയിൽ കണ്ടിട്ടുള്ള ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ശ്രീ വെങ്കടേശ്വര ടെമ്പിളിൽ നമ്മൾ കയറി. ശ്രീ വെങ്കടേശ്വരൻ എന്നാണ് ആ ടെമ്പിളിൻ്റെ പേര്. ഈ സ്ഥലത്തിൻ്റെ പേര് ഹെലൻസ്ബർഗ് എന്നാണ്. ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. നമ്മളപ്പോൾ അവിടെ കയറിയിട്ട് സ്റ്റാച്യൂസൊക്കെ കണ്ട് കുറേ രൂപങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു ക്യാൻറ്റീനിൽ കയറി ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ പുറത്തോട്ടിപ്പോൾ ഇറങ്ങി. ഇന്ന് നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് ഒരു ബുദ്ധൻ ടെമ്പിളിലോട്ടാണ്. സോ ഗായ്സ്, നമ്മൾ ബുദ്ധൻ ടെമ്പിളിലോട്ട് പോകുന്ന വഴിയാണിത്. സോ നമ്മൾ ഹൈവേയിലോട്ടൊക്കെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു നമ്മുടെ ടെമ്പിളിൽ നിന്ന്. അപ്പോൾ നമ്മൾ ബുദ്ധൻ ടെമ്പിളിലോട്ട് നമ്മളെത്തി. നാൻ തീൻ എന്നാണ് ടെമ്പിളിൻ്റെ പേര്. എനിക്ക് ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിയത്തില്ല. ഭയങ്കര തിരക്കായിരുന്നു സ്ഥലം. കാരണം അടിപൊളി കാണാൻ രസമുള്ള നാൻ തീൻ ടെമ്പിൾ വിസിറ്റർ മാപ്പാണിത്. അപ്പോൾ നമ്മുടെ ഗൈഡാണ് നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകാമെന്നൊക്കെ കാണിച്ചിട്ടുള്ള നല്ലൊരു ഗൈഡാണ്. അപ്പോൾ ഞങ്ങളവിടെ നിൽക്കുന്ന സ്ഥലങ്ങളും എല്ലാം അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ സീനറികളും അടിപൊളി നല്ല രസമുള്ള സ്ഥലങ്ങളും പ്രതിമകളും നല്ല രസമാണ് എല്ലാം കൂടെ കാണാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ സ്റ്റെപ്പ് കയറി നമ്മൾ മേളിലോട്ട് പോവുകയാണ്. സോ ഇതാണ് ശരിക്കുള്ള മെയിൻ ശ്രൈനായിട്ടുള്ള നമ്മുടെ ടെമ്പിള്. ഇതിൻ്റെ മേളിലും വേറെ ടെമ്പിളുണ്ട്.
അതിൻ്റെ അകത്ത് കയറി നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. സോ അതിൻ്റെ മേളിലുള്ള വേറൊരു ടെമ്പിളാണിത്. ആ സെയിം ഇത് തന്നെയുള്ള വേറൊരിത്. പിന്നെ അതിന് ശേഷം നമ്മൾ ആ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ അതിലേക്കൂടെ നടന്നു പോകാനുള്ള സ്ഥലങ്ങളാണിത്. ഇവിടെ ചെറിയ പാമ്പിൻ്റെ ഒക്കെ ബിവെയർ ആയിട്ടുള്ള ഇതുണ്ട്, സൈനൊക്കെ ഉണ്ട് സൈഡിൽ, കോഷൻ എന്ന് കാണിച്ചിട്ടുള്ള. കാരണം ഇവിടെ ചില സമയത്ത് പാമ്പുകൾ കൊന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങളൊന്ന് നടക്കുമ്പോൾ സൗണ്ടൊക്കെ ആയിട്ട് അത് പോകും. പക്ഷേ നല്ല പോകുന്ന വഴിക്ക് സൈഡിലൊക്കെ മലകളൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ പ്രതിമകളും എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലവും പിന്നെ സൈഡിൽ ഒരു ഷെല്ല് പോലത്തെ ഒരു സാധനം, എനിക്ക് ശരിക്കും അതെന്നാന്ന് അറിയത്തില്ല. പിന്നെ ഒരു ഹോഴ്സിൻ്റെ പിക്ചറും അതിൻ്റെ സൈഡിൽ കുറേ ഇതും പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കുറേ സ്റ്റാച്യൂസ് സൈഡിലും പിന്നെ എല്ലാം ഈ ഇലകളിൻ്റെ ഒക്കെ നടുക്ക് ബുദ്ധൻ ഇരിക്കുന്നതായിട്ടുള്ള ഒരു ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. കുളമാണ്, നല്ല രസമാണ് മീനുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു പാർക്കിലാണ്. പാർക്കെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ബീച്ച് പോലത്തെ ഒരു സ്ഥലം. കാരണം അവിടെ പാർക്കിന്ന് അങ്ങനെ പറ്റത്തില്ല. പക്ഷേ ഞങ്ങളിപ്പോൾ അവിടെ നിന്നും കുറച്ച് പോകാനുണ്ടായിരുന്നു. ഞങ്ങളുടെ ഹൈവേയിലൂടെയൊക്കെ പോകുന്ന വഴിയാണിത്. സോ നമ്മൾ ആ സ്ഥലത്തെത്തി. ഞാൻ പറഞ്ഞ പോലെ ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് കുറേ പേരുണ്ടായിരുന്നു. കാരണം ഭയങ്കര തിരക്കാണ്. ഇതുണ്ടോ, ഒരു ബീച്ച് പോലത്തെ ഒരു സ്ഥലമാണ്. പക്ഷേ ബീച്ച് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഒരു ഷോറാണിത്. പൈലറ്റ്സ് കോട്ടേജ് മ്യൂസിയമാണ് അവിടെ സൈഡിലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ മ്യൂസിയത്തിലൊന്നും ഞങ്ങൾ കയറിയില്ല. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ബീച്ച് പോലത്തെ സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ സ്ഥലത്ത് വന്നപ്പോൾ ഇതുപോലത്തെ ഒരു സ്ഥലം നമുക്ക് കാണാം. കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ബീച്ചാണുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ വെയിൽസ് അടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ട്രോക്കിൽ കൂടെ ഒക്കെ മേളിൽ തന്നെ ഇതുപോലെ വെള്ളം വരും. നല്ല രസമാണ്. കുറേ നേരം കാത്തിരുന്നിട്ടാണ് അതിൻ്റെ ഒരു വ്യൂ നമുക്ക് കിട്ടിയത്. ഇതാണ് അതിൻ്റെ സ്ഥലങ്ങളൊക്കെ. ഞങ്ങൾ തണുപ്പിൻ്റെ സമയത്ത് പോയതുകൊണ്ട് മുഖത്തോട്ടൊക്കെ തണുത്ത് കാറ്റടിക്കുമ്പോൾ നല്ല രസമാണ്. അവിടെ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ഇരിക്കാൻ നല്ലൊരു റിലാക്സ് ആയിട്ടുള്ള ഒരു ഫീലാണ് കിട്ടുന്നത്. ഇപ്പോൾ ബോട്ടുകളൊക്കെ പോകുന്നത് കാണാനും ആൾക്കാരൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണാനും അതിൻ്റെ മേളിലൊക്കെ നിൽക്കാനും നല്ല രസമായിരുന്നു. പൈലറ്റ്സ് കോട്ടേജ് മ്യൂസിയം എന്ന് നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ ഇതിൻ്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് മേടിക്കാൻ പോയി. കാരണം കുറേ സ്ഥലത്തൊക്കെ പോയി നല്ല മടുത്ത് കഴിഞ്ഞു. കുറേ സ്ഥലത്തൊക്കെ പോയി ഇപ്പം നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു പോകണം. അപ്പം നമ്മുടെ വീട്ടിലോട്ടല്ല തിരിച്ചു പോകണത്, പക്ഷേ ഇവിടെ ഒരു റൂം റെൻ്റിനെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്തോടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ പേര് ജെർവിസ് ബേ എന്നാണ്. നമ്മുടെ ഇന്നത്തെ തരംഗം കഴിഞ്ഞിട്ട് നമ്മുടെ സ്ഥലത്തോട്ട് എത്തിയതാണ്. അപ്പോൾ നമുക്കിന്ന് ഡ്രസ്സ് മാറാനും വേണ്ടി പിന്നെ ഉറങ്ങാനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലം നമ്മൾ എടുത്തേക്കുവാണ്. ഒരു വീടുള്ള സാധനം. അപ്പോൾ അതാണ് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ രാത്രി എന്ന് വെച്ചാൽ ഇരുട്ടായി. പക്ഷേ എന്നാലും 5:45 ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഇപ്പോൾ ടൈം ചേഞ്ച് ചെയ്തുകൊണ്ട് ഭയങ്കര ഇരുട്ടൊക്കെ ചെയ്യും, പെട്ടെന്ന് ഇരുട്ടൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ സമയം ഒത്തിരി എന്നല്ല, ഇരുട്ടി. 5:45 ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഇരുട്ടി. പക്ഷേ നിങ്ങളെന്നാലും ഞാൻ സ്ഥലം കാണിച്ചു തരാം ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്ന റൂം. ഒരു റിസോർട്ടിൻ്റെ മയം പോലത്തെ സംഭവമാണ്. ഒരു റിസോർട്ട് പോലെയൊക്കെയാണ്. സോ ഇതാണ് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കയറി. നമ്മളിപ്പോൾ ഫ്രഷായി. എല്ലാവരും ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് സംസാരിച്ച് മൊണോപ്പൊളിയൊക്കെ കളിച്ച് ഇരിക്കുകയാണ്.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡേ 2 എത്തി. നമ്മൾ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ നമ്മൾ കിടന്നൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഞാനാണെങ്കിൽ ചെറുതായിട്ട് ബീച്ച് ഡ്രസ്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സാധാരണ ഒരു ബീച്ചിലൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ അപ്പോൾ ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ നമ്മൾ ബീച്ച് ഡ്രസ്സ് എന്ന് പറഞ്ഞത്തേക്കും എല്ലാവർക്കും കാര്യം കൂടി കെട്ടി കാണും. സോ നമ്മൾ ബീച്ചിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നലെ തൊട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെല്ലാവരും പറയുന്നുണ്ടായിരുന്നു ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞിട്ട്. കാരണം അവർക്ക് ആദ്യമൊക്കെ കുറേ സ്ഥലത്തൊക്കെ പോയിട്ട് അതിനൊന്നും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ബീച്ചിലോട്ട് പോകുന്നത് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പുറത്ത് ഇച്ചിരി ദൂരം, ഒരു അരമണിക്കൂർ ദൂരം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ബീച്ചിലോട്ട് നമ്മൾ നടന്നു പോവാണ്. നമ്മുടെ ബീച്ചിൻ്റെ മറ്റേ അമ്പലമൊക്കെ എടുത്തിട്ട് നടന്നു പോകണം. സോ ഇതാണ് നമ്മുടെ ബീച്ച്. ഞാൻ നാട്ടിലത്തെ ഇങ്ങനെ ബീച്ച് കണ്ടെന്ന് വെച്ചാൽ സൗദിയിലൊക്കെ കണ്ടെന്ന് വിചാരിച്ച് അങ്ങനത്തെ വൈബല്ല ഇവിടുത്തെ എന്ന് പറയുന്നത്. ഇവിടുത്തെ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ചാണ്. അപ്പോൾ എന്ന് വെച്ചാൽ വൈറ്റ് സാൻഡാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത് തോന്നുന്നു. സോ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഒരു വൈറ്റ് സാൻഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ സൗദിയിലൊക്കെ പോലത്തെ ഒരു തരം വേറെ ടൈപ്പായിട്ടുള്ള പീച്ച് ആയിട്ടുള്ള ഒരു കളറല്ല. ഇതാണ് ഒരു വൈറ്റ് കളർ സാൻഡാണ്. നമ്മളിപ്പോൾ ബീച്ചിലോട്ടൊക്കെ പോയി കുറേ നേരം കളിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു വാക്കിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ ബീച്ചിൽ കയറി കുളിച്ച് അതിൻ്റെ സേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ വാക്കിങ് സ്റ്റേറ്റാണ്. അപ്പോൾ വാക്കിങ് ചെയ്യുമ്പോൾ അവിടെ സൈഡിൽ കൂടെ കാണാനും കുറേ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മളൊരു കാട് പോലത്തെ സ്ഥലങ്ങളാണ്. അപ്പോൾ എന്തോ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു വൈബാണ് മനസ്സിൽ വന്നത്. സോ അടിപൊളിയായിരുന്നു. നമ്മുടെ ബീച്ചിൻ്റെ സൈഡിൽ തന്നെയാണ് ഇത് സ്ഥലം. അപ്പോൾ ബീച്ചിൻ്റെ മേളിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബീച്ചും കാണാൻ പറ്റും. സോ ഗായ്സ്, അപ്പോൾ നമ്മുടെ 2 ദിവസത്തെ ട്രിപ്പ് നമ്മൾ കഴിഞ്ഞു. സോ 2 ദിവസമായിരുന്നു, 3 ദിവസമായിരുന്നു. കാരണം ഇതിപ്പോൾ 3ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ രണ്ട് ദിവസം നമ്മളാണെങ്കിൽ ട്രിപ്പിനൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ രാത്രി വാങ്ങി നമ്മളിപ്പോൾ എണീച്ചു. ഇപ്പോൾ ഇത് 3ാമത്തെ ദിവസമാണ്. ഇനി നമ്മൾ കുറച്ച് നേരം റൂം വാക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ വീട്ടിലോട്ട് ഇനി പോകാൻ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉണ്ടായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡേ 2 മൊത്തം നമ്മുടെ ബീച്ചിൽ നമ്മൾ സ്പെൻഡ് ചെയ്തായിരുന്നു. ബീച്ചിലും പിന്നെ അവിടുത്തെ സൈഡിലൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ട് അത്ര ദിവസമാണ്. പക്ഷേ ഇന്ന് നമ്മളിപ്പോൾ ഡേ 3 ആണ്. ഇപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ പോകാൻ പോവുകയാണ്. തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇവിടെ ഒന്ന് കയറണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. പോകുന്ന വഴിയിലും കുറേ സീനറികളും കുറേ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലോങ് വീക്കെൻഡ് ആയിട്ട് ഇതുണ്ട്. ഈ സൈഡിൽ ഈ സ്ട്രീറ്റിൽ ആൾക്കാർ നിൽപ്പുണ്ട്. കാരണം അവിടെ സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി സീനറിയും അടിപൊളി സ്ഥലവും. ഇപ്പോൾ നമ്മളെ പോകുന്ന ഇങ്ങോട്ട് വന്ന വഴിക്ക് അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് നമ്മളിപ്പോൾ ബ്രേക്കിന് വേണ്ടി അവിടെ ചുമ്മാ നിർത്തി കഴിഞ്ഞിട്ട് കാണാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ തായ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. തായ് റെസ്റ്റോറൻറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് തായ് ഫുഡ് കഴിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്.
കാരണം ഇതിനു മുമ്പേ കഴിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല. തായ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് തായ് റെസ്റ്റോറൻറ്റിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ നമ്മളാണെങ്കിൽ നമ്മുടെ വണ്ടി നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് പോവാണ്. ഇപ്പോൾ 2 വണ്ടിയിലായിട്ടാണ് വന്നത്. അപ്പോൾ ഒരു വണ്ടിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ ഫാമിലി 2 പേരുമായിട്ട് വേർതിരിച്ചാണ് വന്നത്. ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ തായ് റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ്. സോ തായ് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ എനിക്ക് മറ്റേ ബുദ്ധൻ ടെമ്പിളിൻ്റെ സൈഡിലുണ്ടായിരുന്ന സ്റ്റാച്യൂസ് കണ്ടത് എനിക്ക് ഓർമ്മ വന്നു. കാരണം അടിപൊളി രസമായിരുന്നു. കാരണം ഗോൾഡൻ റിയൽ ഗോൾഡൻ അല്ല, പക്ഷെ എന്നാലും ഇങ്ങനെ പെയിൻറ് അടിച്ചേക്കുന്ന ഗോൾഡൻ ആയിട്ടുള്ള ബുദ്ധൻ്റെ സ്റ്റാച്ചു, ബുദ്ധൻ്റെയും ഉണ്ട്. കൂടാതെ തന്നെ ബുദ്ധിസമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സ്റ്റാച്യൂസ് ഉണ്ടായിരുന്നു. സോ നമ്മളിപ്പോൾ നമ്മുടെ ഒരു ടേബിൾ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ അവിടെ ഇരിക്കുന്നു. പിന്നെ ബുക്ക് നമ്മൾ റെസിപ്പി എടുത്ത് നോക്കുമ്പോൾ കുറേ ടൈപ്പായിട്ടുള്ള ഫുഡുകളുണ്ട്, തായ് ഫുഡുകൾ. ഞാനിതൊക്കെ കാര്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ. സോ നമ്മളിപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ സെക്ഷനിലോട്ട് നമ്മൾ വന്നേക്കുവാണ്. അത് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രൈഡ് ഐസ്ക്രീമാണ്. എനിക്ക് തോന്നുന്നത് ചിലവർ ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ എനിക്കിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം നല്ല ടേസ്റ്റാണ്. പിന്നെ ഞങ്ങളിപ്പോൾ ഫുഡെല്ലാം കഴിച്ച് ഭയങ്കരമായിട്ട് ഫുള്ളായി ഗൈസ്. അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. സോ നമ്മൾ തായ് ഫുഡെല്ലാം കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഒരു അടിപൊളി പോർഷൻ ഞാൻ കണ്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് നമ്മളിപ്പോൾ ഉള്ളത് ഒരു പാർക്കിലാണ്. സോ ഇത് പെൻഡൽ ഹിൽ പാർക്കാണ്. സോ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയായിരുന്നു ഈ പാർക്ക്. അപ്പോൾ ഇവിടെയും കൂടെ കയറിയിട്ട് വേറെ ഞാൻ ഈ പാർക്കിൽ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. നല്ല രസമാണ് ഇവിടെ. ടെന്നീസ് കളിക്കാനും ടേബിൾ ടെന്നീസ് കളിക്കാനും എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേർ കളിക്കാനുള്ള സ്ലൈഡും പിന്നെ ഒരു ജിമ്മ് പോലത്തെ ഒരു അടിപൊളി സംഭവമുണ്ട്. അതെല്ലാം കൂടെ എനിക്ക് തോന്നുന്നത് ഓസ്ട്രേലിയയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്ലാക്ക് ടൗണിൻ്റെ അടുത്തുണ്ടായിരുന്ന കഴിക്കണമെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും ചിലപ്പോൾ ഈ സ്ഥലത്തിൽ വന്നിരിക്കാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ 3 ദിവസത്തെ അരങ്ങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫൈനലി നമ്മുടെ വീട്ടിലോട്ട് എത്തിക്കുകയാണ്. സോ ഇന്ന് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ബൈ.